പൈതൃക മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ വിവരിച്ചുകൊണ്ടിരുന്നത് അയേണിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി നമുക്കിനി കുറേ കാലത്തേക്ക് ചെമ്പിനെ കുറിച്ച് വിവരിക്കാം. ഈ വിവരണങ്ങൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ മക്കളോട് പറയണം, നിങ്ങളുമായി ബന്ധപ്പെട്ടവരോട് പറയണം. എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഇപ്പോൾ മലയാളികൾക്ക് മാത്രമേ ഈ പൈതൃക സന്ദേശം കേൾക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഭാരതത്തിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്ന് കേരളീയർക്കുള്ള അത്രയും പൈതൃക വിജ്ഞാനം ഭാരതത്തിലെ മറ്റൊരു സ്റ്റേറ്റിലുള്ളവർക്കും ഇല്ല. ഇതിൻ്റെ 1000-ലൊരംശം അവർക്കില്ല. ആത്മീയതയാണെങ്കിലും ആചാരമാണെങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള അറിവാണെങ്കിലും ഒന്നും അവർക്കില്ല. അവർ കുറേ സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലവായിട്ട് അവരെന്തൊക്കെയോ ഭക്തിയുടെ പേരിൽ ഇങ്ങനെ ഒരു ഹിന്ദു മതം എന്ന് പറഞ്ഞിങ്ങനെ നടക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ അവരെ ഇങ്ങനെ ഇത് എത്തിക്കാൻ അവർക്ക് എങ്ങനെ ഇത് എത്തിക്കാൻ സാധിക്കാം? ഓരോ മലയാളിയും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാം, ഓരോ മലയാളിയും അവരുമായി ബന്ധപ്പെട്ടവരെ പഠിപ്പിക്കണം. ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ. ചില മതത്തിൽപ്പെട്ടവർക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും കാണില്ല, അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഭാരതീയരായ എല്ലാവർക്കും CD-യിലൂടെയും കാസറ്റിലൂടെയും VCD-യിലൂടെയും എല്ലാം ഇത് എത്തിക്കണം. എങ്കിൽ മാത്രമേ ഭാരതത്തെ മൊത്തത്തിൽ മാറ്റാൻ സാധിക്കുള്ളൂ നമുക്ക്. അങ്ങനെയുള്ള വിവരണങ്ങൾ നൽകുമ്പോൾ പലരും ചർച്ച ചെയ്യാറുള്ളത് ഈശ്വര സങ്കല്പം, ഈശ്വരനുണ്ടോ, എന്താണ് എത്ര ഈശ്വരൻ, എന്തിനാ ഈ ആചാരം, എന്താ പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത്. 99% ആൾക്കാരും സയൻസ് വിഷയങ്ങളിൽ താല്പര്യമുള്ളവരല്ല. 99% ആൾക്കാർക്കും സാങ്കേതിക വിദ്യയും ശാസ്ത്രവിദ്യയോടും ഒരു താല്പര്യവും ഇല്ല, അവരതിനെക്കുറിച്ച് ചോദിക്കുകയില്ല. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഈ വിവരങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത്. നമ്മളല്ലാതെ വേറെ ആരും അവർക്ക് കൊടുക്കാനും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ചെമ്പ് എന്നൊരു ലോഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള വലിയൊരു കാര്യമാണ്, ചെമ്പിന് ഉപയോഗിക്കുന്ന അയിരുകൾ എത്ര അയിരുകളാണെന്നറിയാമോ? ഓഴ്സാണെന്നറിയാമോ? കർണാടകത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. എവിടെയെല്ലാമാണ് മൈൻസ്, കോപ്പർ മൈൻസ് ഉള്ളത്, അതേപോലെ ആന്ധ്രയിൽ കോപ്പർ മൈൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കോപ്പർ മൈൻസ് ഉള്ളത് ബീഹാറിലാണ്. ബാരാഗുണ്ട എന്നൊക്കെ പറയുന്ന താടനഹള്ളിയുണ്ട്, ബാരാഗുണ്ട ഉണ്ട്, ദാരിബ ഉണ്ട്, രജർ ഉണ്ട്, തക്ഷശിലയിലുണ്ട്, നളന്തയിലുണ്ട്. ഗുജറാത്തിലെ അംബമാട്ട മൈൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ കോപ്പർ അവിടെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് പറയാൻ സാധ്യമല്ല. അപ്പൊ ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഇപ്പുറത്ത് വന്ന ആന്ധ്രയിലുണ്ട്, ഈ അറ്റത്ത് വന്നാൽ കർണാടകയിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, ഹരിയാനയിലുണ്ട്. ലോഥൽ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് പോർട്ടാണ്, അവിടെയുണ്ട്. ഹാരപ്പായിൽ നിന്ന് ധാരാളം ചെമ്പിന്റെ പീസുകൾ കിട്ടിയിട്ടുണ്ട്. മോഹൻജോദാരോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തക്ഷശിലയിൽ ധാരാളം കോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വിവരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. കോപ്പറിന്റെ ഏതാണ്ട് 6 തരത്തിലുള്ള കോമ്പൗണ്ടുകൾ, മിനറൽസ് അല്ലെങ്കിൽ ഓഴ്സ് ഈ ഭാരതത്തിലെ തെക്കേ അറ്റത്ത് കർണാടക മുതൽക്ക് വടക്കേ അറ്റത്ത് ബീഹാർ മുതൽക്ക് ഹരിയാന മുതൽക്ക് രാജസ്ഥാൻ മുതൽക്ക് തക്ഷശില വരെ അതിനിടയ്ക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും ചെമ്പ് സംസ്കരിക്കാനുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഓഴ്സ് അവൈലബിൾ ആണ്. ഇന്നും അവിടെ പോയാൽ അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കിലോമീറ്റർ കണക്കിന് ഈ ചെമ്പ് സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയൽ അതിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. വേദകാലം മുതൽക്ക് ചെമ്പ് സംസ്കരിച്ച വേളയില് ചെമ്പിലുണ്ടാകാൻ സാധ്യതയുള്ള അയേൺ, ഇരുമ്പ്, ചെമ്പില് ഉണ്ടാവാൻ സാധ്യതയുള്ള സിലിക്കൺ, ചെമ്പില് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് മെറ്റീരിയൽ ഇവയൊക്കെ ഫ്ലക്സ് ഇട്ടിട്ട് സ്ലാഗ് ആക്കി മാറ്റിയിട്ട് കളയുക ചെയ്യാറുള്ളത്. അന്നും ഇന്നും അതേ ടെക്നിക്കാണ്. അപ്പോൾ ആ മിനറൽസിൽ നിന്ന്
കോപ്പറിന്റെ മിനറലുകളിൽ നിന്ന് അയേൺ തുടങ്ങിയവയെല്ലാം മാറ്റി ആ ഇംപ്യൂരിറ്റീസിനെ പറയുന്ന പേര് സ്ലാഗ് എന്ന. ആ സ്ലാഗ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം. എത്ര എത്ര മില്യൺ ടൺസ് ആണെന്നറിയോ? വിവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയാം കിലോമീറ്റർ കണക്കിന് എന്ന പദപ്രയോഗം നടത്തിയത് അതുകൊണ്ടാണ്. അത് ഇന്നും ലഭ്യമാണ്. ആ സ്ലാഗ് ഇംപ്യൂരിറ്റി ഇന്നും കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്താ? ഒരു സ്മോൾ സ്കെയിലിലല്ല അവർ കോപ്പർ പ്രോസസ് ചെയ്തിരുന്നത്. ഒരു ചെറിയ ചൂളയിലിട്ടോ ചെറിയ പാത്രത്തിലിട്ടോ ചെറിയ മൂഷയിലിട്ടോ ആയിരുന്നില്ല കോപ്പർ പ്രോസസ് ചെയ്തത്. ടൺ കണക്കിന് സ്ലാഗ് ഉണ്ടാവണമെങ്കിൽ, ഒരു ടൺ സ്ലാഗ് ഉണ്ടാവണമെങ്കിൽ 330 ഗ്രാം ഇരുമ്പ് കിട്ടിയിരിക്കണം അവർക്ക്. മുമ്പൊന്ന് 330 കിലോഗ്രാം. 1 കിലോ സ്ലാഗ് ഉണ്ടെങ്കിൽ 330 ഗ്രാം കോപ്പർ കിട്ടിയിരിക്കണം. 1/3 കോപ്പർ കിട്ടിയിരിക്കണം എന്നാണ് കണക്ക്. അത് അവർക്ക് കിട്ടിയിരുന്നു താൻ. അത് ഇന്നും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്, അന്നത്തെ പ്രോഡക്റ്റിലും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഭാരതമെമ്പാടും നിലനിന്നിരുന്ന മൈനുകളിൽ നിന്ന് ഇത്രയും ശക്തിയായിട്ട് ഭാരമുള്ള ഈ കോപ്പറും ക്ലേയും അയേണും ചേർത്തതെടുത്ത് അതിനെ സംസ്കരിച്ച് ശുദ്ധ കോപ്പറാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ എത്ര സങ്കീർണമാണെന്ന് അത് വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഇന്ന് ഇത്രയും സങ്കീർണമായ വിദ്യകൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, ഹീറ്റർ ഉണ്ട്, പല പ്രോസസ്സിംഗ് സെറ്റപ്പ് ഉണ്ട്. അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ടൺസ് ഓട്സ് പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഭാരതത്തിലെ പൂർവിക മനുഷ്യർക്ക്, നമ്മുടെ പിതാമഹന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാനുള്ള ഭാഗ്യം നമ്മളിൽ അഭിമാനത്തെ ഉണ്ടാക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ആ അഭിമാനം നമ്മളിൽ ഉണ്ടാവട്ടെ ഇതെല്ലാം കേൾക്കുമ്പോൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെമ്പ് സംസ്കരിക്കുന്ന വിദ്യ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിവരിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നീത പ്രണാമം. നമസ്കാരം.